ഇനി ഹദീസ് എന്നുള്ള പാഠങ്ങൾ 5 പാഠം നൽകി. ഹദീസ് നൽകുന്ന പാഠങ്ങൾ: ഒന്ന്, വിശ്വാസി ഉറക്ക മര്യാദകൾ പാലിക്കേണ്ടവനാണ്. അത് ഹദീസ് നൽകുന്ന മൽജഅക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് തുടങ്ങിയത്. അപ്പോൾ ആ മര്യാദയൊക്കെ പാലിക്കേണ്ടതാണ് പ്രത്യേകമായി കിട്ടുന്നു. 2, ഉറങ്ങുന്നതിന് മുമ്പ് അംഗശുദ്ധി വരുത്തണം. നീ വുളൂ ചെയ്യുക എന്ന് പ്രത്യേകമായി നബി പറഞ്ഞു. അപ്പോൾ അതൊരു മര്യാദയാണ്. വലതുഭാഗം ചെരിഞ്ഞു കിടന്ന് പ്രാർത്ഥനകളും ദിക്റുകളും ഉരുവിടേണ്ടതാണ്. അത് പ്രത്യേകം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. 4, നബി പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ മാറ്റം വരുത്താൻ പാടില്ല. നമ്മൾ ഈ അവസാനം പറഞ്ഞ പോയിന്റ്. 5 കാര്യം, ശുദ്ധ പ്രകൃതിക്കനുസരിച്ച് മരണപ്പെടാനുള്ള ജീവിതക്രമം നാം ശീലമാക്കണം. കാരണം ഇതൊരു ക്രമമാണ്. നല്ലേക്ക് മരിക്കാൻ എന്തു ചെയ്യണം? ഒരുപാട് വഴികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ മൊത്തം ക്രമീകരണമുണ്ട്. ഇനി മറ്റൊരുപാട് പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. നമ്മുടെ ദൗർബല്യം ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വം ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം പടച്ചറബിനെ ഏൽപ്പിക്കണം ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു രക്ഷാസങ്കേതമില്ല അള്ളാഹു അല്ലാതെ. അള്ളാഹുവിൻ്റെ അദാബിനെ ഭയപ്പെടണം, അവൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കണം. ഇതൊക്കെ ഈ ഹദീസ് നൽകുന്ന പാഠങ്ങളാണ്. അതേപോലെ സ്വഹാബത്തിന് നബി ഞങ്ങൾ ദീൻ പഠിപ്പിച്ചു കൊടുത്ത ശൈലികൾ, അവൻ നബിക്കത് തിരിച്ച് ചൊല്ലിക്കൊടുത്തു വന്നത്. അപ്പം നബി പഠിപ്പിച്ചൊരു പാഠം തെറ്റാതിരിക്കാൻ സ്വഹാബത്ത് പ്രത്യേകമായി കണിശത പാലിച്ചിരുന്നു. നബിയും സ്വഹാബത്തും നമ്മളെ ബന്ധം ഒക്കെ ഇതിലുണ്ടല്ലോ. നബി പൊതുവായി പഠിപ്പിച്ചു പോകില്ലല്ലോ. ഒരാൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നു, എന്നാൽ അയാൾ പഠിച്ച് ചൊല്ലിക്കൊടുക്കും, അത് ശ്രദ്ധിക്കുന്നു, അത് തെറ്റുമ്പോൾ തിരുത്തി കൊടുക്കുന്നു. അപ്പോൾ സ്വഹാബത്ത് അന്ന് ഇപ്പം ഇവരൊക്കെ ചെറിയ കുട്ടികളാണല്ലോ, ഇവരൊക്കെ ചെറിയ കുട്ടികളാണ്. നബി വഫാത്താകുമ്പോൾ പോലും ഇദ്ദേഹത്തിന് ഒരു 30 വയസ്സിൽ താഴെ പ്രായം ഉണ്ടാവുള്ളൂ. നബി ആകുമ്പോൾ 4 or 5 വയസ്സ് പ്രായമാണെങ്കിൽ 23 കൊണ്ട് നബി വഫാത്തായി. അപ്പം നബി മരിക്കുമ്പോൾ 30 താഴെ പ്രായമേ ഇബ്രാഹിം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് പോലും നബിയുടെ അടുത്ത് വരാം, പ്രത്യേകമായി ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ പഠിച്ച നബിക്ക് തിരിച്ച് ചൊല്ലി കൊടുക്കാൻ അവിടെ അവസരമുണ്ട്. അതിൽ തെറ്റിന് നബി തിരുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ വലിപ്പ ചെറുപ്പം പോലും നബി പരിഗണിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഉള്ള സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ നാം ശ്രദ്ധിക്കുക. തൗഹീദ് ഈ ഹദീസ് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹു അല്ലാത്ത ഒരാളും രക്ഷകനില്ല, അല്ലാഹു അല്ലാത്ത ഒരാളും അഭയം നൽകുന്നവരില്ല. റബ്ബാണ് എല്ലാം. അവൻ്റെ ഖലാ ഖദർ ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ തീരുമാനമാണ് നടക്കുക. എൻ്റെ കാര്യം റബ്ബിനെ ഏൽപ്പിച്ചു, ഞാൻ എല്ലാം നിനക്ക് സമർപ്പിച്ചു, ഇനിയൊക്കെ പഠിച്ചോ തീരുമാനിക്കുന്നു പറയുമ്പോൾ അള്ളാഹിൻ്റെ ഖലാവും ഖദറുമാണ് ലോകത്ത് നടക്കുന്നത്. ഇങ്ങനെ തുടങ്ങി എല്ലാ രംഗത്തേക്കും അള്ളാഹിൻ്റെ കിതാബ് വിശ്വസിക്കണം, അവൻ്റെ റസൂൽ വിശ്വസിക്കണം. ഈമാൻ കാര്യത്തിൽ ഏതാണ്ട് എല്ലാം, ഈമാൻ കാര്യത്തിലുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഹദീസിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പ്രത്യേകമായി ശീലിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി